ഹായ് ഫ്രണ്ട്സ്, D4Dreams എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റലിയിലെ ഒരു ഞായറാഴ്ച ദിവസത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ നിന്ന് നമ്മളെ റൂമിലേക്ക് ഇറങ്ങാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസും റൂമൊക്കെ വേറെ വേറെ സ്ഥലത്താണ്. അപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ 7:30ക്ക് നമ്മൾ ഇറങ്ങാണ്. ഇനിയിപ്പോൾ ട്രെയിൻ എടുക്കണം. ട്രെയിൻ എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. എന്നിട്ടാണ് നമ്മൾ റൂമിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടാക്കാനെത്തിയിരിക്കുന്നത് ഇറ്റാലിയൻ യുവതിയായ അന്നയാണ്. അപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് റോഡിലൊക്കെ തിരക്ക് കുറവാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലവും നമ്മൾ താമസിക്കുന്ന സ്ഥലവും രണ്ടും രണ്ട് ഏരിയയാണ്. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലം ഒരു ഗ്രാമം പോലത്തെ ഇതും നമ്മൾ താമസിക്കുന്നത് ഒരു സിറ്റി പോലത്തെ സ്ഥലമാണ്. അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഡിഫറൻസ് മനസ്സിലാവും. ഇവിടെയൊക്കെ ഫ്ലാറ്റ് അങ്ങനത്തെ ഇതൊക്കെ കുറവാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഫ്ലാറ്റുകളാണ്, മൊത്തം ഫ്ലാറ്റാണ്. നമ്മൾ അതുപോലെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഫുള്ള് കൃഷി കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പോണ വഴിയിൽ നമ്മളെ വൈഫും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈഫിനെയും കൂടി പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് റോഡിലൊക്കെ തിരക്ക് കുറവാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം ഒരു മലയുടെ താഴ്വാരാണ്. റോട്ടിലും അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ വൈഫ് വർക്ക് ചെയ്യുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ വൈഫ് അവിടെ ഉണ്ടാവും. വൈഫിനെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. നമ്മുടെ വൈഫ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വൈഫിനെ എടുത്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ടിക്കറ്റ് എടുക്കുന്നത് മെഷീനിലാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന കമ്പനിക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുന്നത് ഇങ്ങനത്തെ മെഷീനിലാണ് ടിക്കറ്റ് എടുക്കുന്നത്. Fai attenzione ai borseggiatori. Se ti servono informazioni, rivolgiti esclusivamente al personale in divisa Trenitalia. അതിന് ചില സമയത്ത് ഇതിൽ കോയിൻസ് എടുക്കുള്ളൂ, നോട്ട് എടുക്കില്ല. അങ്ങനെ മെഷീൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ ട്രെയിൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിന് വന്നിരിക്കുന്നത് 5.60 ഇവിടുത്തെ 5.60 രൂപയാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഇതിൽ ക്യാഷ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതിലിപ്പോൾ കോയിൻസ് നമ്മൾ ഇടണം. ഇതിൽ കോയിൻസാണ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ യൂറോ എംബ്ലം കാണിച്ചു കൊടുത്ത് ക്യാഷ് ഇടുക. നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ മെഷീനിൽ ഇങ്ങനെ ഒരു മെഷീനിൽ അത് പ്രിൻ്റ് ചെയ്യണം. ടിക്കറ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ട്രെയിനിൽ കയറണമെങ്കിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും ചെക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ടിക്കറ്റ് എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. ആ പ്രിൻ്റ് അത് ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് വാലിഡ് അല്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിൽ വരണമെന്ന് ആ സ്ക്രീനിലുണ്ടാവും. നമ്മുടെ ട്രെയിനിൻ്റെ നമ്പറും ട്രെയിൻ പോകുന്ന സ്ഥലവും ഏത് പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടാവും. ഇത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ട്രെയിൻ വരുന്നത് 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ നമുക്ക് 5ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അത്ര ലെങ്ത്തുള്ള ട്രെയിനൊന്നുമല്ല. ട്രെയിൻ ലെങ്ത്തൊക്കെ കുറവാണ്. ഭയങ്കര നീറ്റും ക്ലീനും ഒക്കെ ആയിരിക്കും ഇവിടുത്തെ ട്രെയിനുകൾ. നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ കാണാം.
ഇതാണ് നമ്മുടെ ട്രെയിൻ, നാപ്പോളി സെൻറ്ററിലേക്കുള്ള ട്രെയിനാണ്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് നമ്മൾ 7:50 ട്രെയിൻ ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് അധികം ആൾക്കാരുണ്ടാവില്ല. 9:30 ട്രെയിനൊക്കെയാണ് ആൾക്കാർ കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറാണ്. ട്രെയിനിൽ കയറി നമുക്ക് ഒരു ഈ ഭാഗത്തൊന്നും സീറ്റിൽ ആൾക്കാരില്ല, അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. അങ്ങനെ രാവിലെ ആയതുകൊണ്ട് തിരക്ക് ഇല്ല, സീറ്റുകളൊക്കെ ആവശ്യം പോലെ സീറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കഞ്ചല്ലോ. നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഈ ഏരിയയിൽ മലയാളീസ് കുറവാണ്, വർക്ക് ചെയ്യണത് മലയാളീസ് കുറവാണ്. Agenzie di viaggio abilitate. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് ചൈന കടയുണ്ട്, അവിടേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോണേ. അപ്പോൾ നമ്മൾ ചൈന കടയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബീഫും സാധനങ്ങളൊക്കെ വാങ്ങണം. അതിനായിട്ട് ഇവിടെ എങ്ങനെയാണ് ബീഫുകൾ കിട്ടുന്നത്. ഇത് നമ്മുടെ പോർക്കാണ്. പോർക്കിൻ്റെ പല തന്നെ പാർട്സുകളനുസരിച്ചാണ് നമ്മൾ ഇവിടെ വെക്കുന്നത്. അതിൽ നമ്മൾ എടുക്കുന്നത് ബീഫാണ് ഇവിടെ എടുക്കുന്നത്. ഇത് ബീഫിൻ്റെ ഒരു ബീഫാണ് തന്നിരിക്കുന്നത്. ഇതിന് 4.46 യൂറോ ആണ് ഇവിടെ. പിന്നെ ചിക്കൻ ഉണ്ട്. ഇതേപോലെ എല്ലാം ഇറച്ചികളൊക്കെ ഇങ്ങനെ പാർട്സ് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ നമ്മുടെ ബോട്ടി ഐറ്റംസാണ് അങ്ങനെ. പിന്നെ നമുക്ക് എല്ലാ ഒട്ടുമിക്ക ഐറ്റംസും ഇവിടെ കിട്ടും. ചൈന കടയാണത്.
ഇനിയിപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, പിന്നെ നമുക്ക് നമ്മുടെ കൊള്ളിക്കിഴങ്ങ്, കുമ്പളങ്ങ, കൊള്ളി ഐറ്റംസ്, കായ, തക്കാളി, മാങ്ങ, മുന്തിരി, അവക്കാഡോ, പഴം, ഓക്കെ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ തന്നെ നമുക്ക് റേറ്റ് കുറവിന് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ്ങ് ഐറ്റംസ്, മത്തങ്ങ, നമ്മുടെ നാട്ടിൽ കപ്പയ്ക്ക, അപ്പോൾ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു, സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഇവിടുന്ന് ഇറങ്ങണേ. നമ്മളെ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ട്രെയിൻ എടുത്ത് നമ്മുടെ റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇവിടുന്ന് വീണ്ടും ഒരു ട്രെയിൻ കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ റൂമിലേക്ക് എത്താനായിട്ട്. സമയം 9 മണിയുടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അവിടേക്കുള്ള വഴിയെത്തി. അപ്പോൾ ഈ നമ്മൾ റൂമിലേക്ക് പോണ വഴിയിലാണ് നമ്മുടെ ശ്രീലങ്കൻ കട. അത്യാവശ്യം നല്ല അടിപൊളി ഫുഡുകളൊക്കെ കിട്ടുന്ന കടയാണിത്. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ 8:30 ആയിട്ടുള്ളൂ. അതെ, ഇവിടെ ഫുഡുകളൊക്കെ റെഡിയായി വരണുള്ളൂ. ഇവിടെ നമ്മുടെ നാട്ടിൽ കിടന്ന പരിപ്പ് വട, ഉള്ളിവട, പൊറോട്ട റെഡി ആവണുള്ളൂ. ഇവിടുത്തെ പരിപ്പ് വട ചെമ്മീനൊക്കെ 2 ചെമ്മീനൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ ശ്രീലങ്കൻ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി റൈസുകളുണ്ട്. ഫ്രൈഡ് റൈസുകൾ പിന്നെ 2-3 തരമുണ്ട്. പിന്നെ എന്തോ ശ്രീലങ്കൻ സ്പെഷ്യൽ റൈസ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. നമ്മൾ ഇതിൽ നിന്ന് വാങ്ങിയത് 4 പൊറോട്ടയും വാങ്ങി. നമ്മൾ പിന്നെ നമ്മളൊരു മിക്സ്ഡ് ഫ്രൈഡ് റൈസും വാങ്ങി. അതുകൊണ്ട് നമ്മളെ റൂമിലേക്ക് വീണ്ടും നടക്കുകയാണ്. നമ്മുടെ റൂമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഫുള്ള് ഫ്ലാറ്റുകളാണ്. ഭയങ്കര തിരക്കുള്ള ഏരിയയാണ്. ഇപ്പോൾ കുറച്ചുകൂടിയും സമയമായി കഴിഞ്ഞാൽ ഈ ചെറിയ റോഡിൽ വരെ നല്ല തിരക്കായിരിക്കും വണ്ടികളുടെ. കാരണം അത്രയും സിറ്റിയിലാണ് നമ്മുടെ റൂം. ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് ഈ ഏരിയ. കാരണം റെയിൽവേ സ്റ്റേഷനൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ആ കാണുന്നതാണ് നമ്മുടെ റൂം. ഇനി അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നിപ്പോൾ കറങ്ങാൻ പോക്കൊന്നും നമുക്ക് പറ്റില്ല. കാരണം വെയിലായതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച കറങ്ങാൻ പോകണമെന്നില്ല.
അങ്ങനെ ഇതാണ് നമ്മുടെ റൂമിൽ കയറാം. ഇനി ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മൾ പൊറോട്ട വാങ്ങി, പൊറോട്ടയും നമ്മൾ ബീഫ് കറി വെച്ചു, റൂമിൽ വെച്ചു. അങ്ങനെ പിന്നെ ഇതാണ് റൈസ്, മിക്സഡ് ഫ്രൈഡ് റൈസാണ്. പിന്നെ നമ്മുടെ കൊക്കക്കോള. അങ്ങനെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യുന്ന പ്ലേസിലേക്ക് തന്നെ രണ്ടാളും പോവാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇവിടെ പാർക്കിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ പോണ്. അപ്പോൾ ടിക്കറ്റ് എന്തായാലും നേരത്തെ എടുത്ത് വയ്ക്കണം, അല്ലെങ്കിൽ ആ ടൈമിൽ എടുക്കാമെന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ടിക്കറ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാർക്കിലൊക്കെ പോയിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിൻ 6 മണിക്കാണ്. ഇപ്പോൾ ടൈം 4:30 ആയിട്ടുള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുക്കണ കാണിച്ചു തരാം. Attenzione! Per viaggiare su tutti i treni è obbligatorio indossare la mascherina di tipo FFP2. Attenzione! Informiamo che dal 18 luglio al 28 agosto, per lavori di riqualificazione, i treni non effettueranno fermate nella stazione di Mantalone Inferiore. Per l'interscambio con i treni è stato predisposto un servizio plus navetta tra le stazioni di Mantalone Inferiore e Caserta. അപ്പോൾ നമ്മൾ 2 ടിക്കറ്റ് എടുത്തു. നമ്മുടെ വർക്ക് ചെയ്യുന്നിടത്തേക്ക് പോകാള്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം പാർക്കിൽ പോയിരിക്കാം. പാർക്കൊന്നല്ല, കുറച്ച് ഇരിക്കാനുള്ളൊരു സ്ഥലം. ഇതാണ് നമ്മളിവിടെ ഇരിക്കാനുള്ള സ്ഥലം. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയ സ്ഥലം. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ. ഇവിടെ ഒരുപാട് പ്രാവുകളൊക്കെ ഉണ്ട്. കുറച്ച് ഇടയ്ക്ക് ഇവിടെ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന ആൾക്കാരൊക്കെ കാണാം. ഒരുപാട് പ്രാവുകളുണ്ട് ഇവിടെ. ഇവിടെ കുറച്ച് നീളത്തിൽ അങ്ങോട്ട് സ്ഥലങ്ങളുണ്ട് ഇരിക്കാനായിട്ട്. കുറച്ച് ബെഞ്ചുകളും അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു പാർക്ക് സെറ്റപ്പ് പോലെ ചെയ്തിട്ടുണ്ട് ഇവർ. നോക്കി കയറാം. ഈ ബ്ലാക്ക് കൗണ്ടർ ഗരിബാന്തി പോയിട്ട് വേണം നമുക്ക് പോകും. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്കിംഗ് പ്ലേസിലേക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ സ്ഥലമാണ്. മെയിൻ ട്രെയിൻ സ്റ്റേഷനാണിത്.
അപ്പോൾ ഇവിടുത്തെ സ്റ്റേഷൻ കാണിച്ചാൽ ഇതിപ്പോൾ നമുക്ക് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ മിഠായി വെള്ളം ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. മെഷീനാണ്, ഓട്ടോമാറ്റിക് മെഷീനാണ്. നമ്മുടെ ട്രെയിൻ കിടക്കുന്നത് 5ാമത്തെ ബിനാരിയോയിലാണ്. അപ്പോൾ നമ്മൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക, കുറച്ച് അകലെയാണ്. അങ്ങനെ ഈ ഞായറാഴ്ചത്തെ യാത്ര കഴിഞ്ഞു. വൈഫിനെ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടാക്കി. അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി കണ്ടു അടുത്ത നമുക്കൊരു ഫ്രീ ദിവസം കിട്ടണമെങ്കിൽ അടുത്ത ഞായറാഴ്ചയാണ് നമുക്കിനി മുടക്കുള്ളൂ. അപ്പോൾ അടുത്ത ഞായറാഴ്ച എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് കമൻറ്റുകൾ ചെയ്യുക. അപ്പോൾ പിന്നൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം.